ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ വീട്ടിലിരിക്കുന്ന ദിവസം വൈകുന്നേരം ആയപ്പോൾ എനിക്ക് തോന്നി തിരൂർ ഗണപതി ഭവനിൽ പോയിട്ട് ഒരു ചായ കുടിച്ചാലോ. അവിടുത്തെ അടയും ചായയും സൂപ്പറാണ്. അപ്പം എന്നാൽ അങ്ങനെ ആട്ടയെന്നും കരുതി ഇറങ്ങാൻ നിൽക്കണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. എവിടേക്കാ? ആ, എവിടേക്ക്? ശരി, എവിടേക്കാണ്? ഗണപതി ഭവനിൽ പോയി അടയും ചായയും കഴിച്ചു വരാം. ഞാനില്ല, വരുമ്പോ എനിക്ക് എന്തേലും കൊടന്നാ മതി. എന്താ വേണ്ട? എന്താ ബട്ടൂര? ബട്ടൂര. നമുക്കൊരു ചായ അടയും കഴിക്കാൻ തോന്നി, കഴിക്കുക, പോവുക, വരിക, ഇത്രേ ഉള്ളൂ. അതിൽ വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ നമ്മുടെ മഞ്ഞ വണ്ടിയിലെ കുഞ്ഞു യാത്രയാണ്. ഞാൻ ഇവരോടൊക്കെ ചോദിച്ചു ചായ കുടിക്കാൻ പോരുന്നുണ്ടോ, ബട്ടൂര വാങ്ങിത്തരാം, അട തിന്നാം. ആർക്കും താല്പര്യമില്ല ഗൈസ്. ഒരു ദിവസം കൂടെ അല്ലേ, നാളെ സ്കൂൾ തുറക്കുക എന്നാ പറയണത്. നമുക്ക് പിന്നെ സ്കൂളിലൊന്നും പോവാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ചായയും അടയൊക്കെ കഴിച്ച് വരാം. ഓട്ടെ, ഓക്കെ. വൈകുന്നേരമായപ്പോ ഒരു ചായ കുടിക്കാൻ പൂതി തോന്നി. ഗണപതി ഭവനിൽ പോയിട്ട് ഒരു അടയും ചായയും. പുറത്തിറങ്ങി നോക്കിയപ്പോൾ ആകെ തിരക്കുണ്ടാവും. നോക്കുമ്പോ ഇന്ന് പുതിയങ്ങാടി ഞങ്ങളുടെ കൊടിയേറ്റാണല്ലേ. നല്ല ദിവസം ചായ കുടിക്കാൻ പൂതി തോന്നി. എന്തായാലും ആ കണ്ടുപിടുത്ത വീഡിയോ ഒക്കെ നിർത്തി പോവാം. സെറ്റപ്പ് ആയില്ലേ? തുടങ്ങിയില്ലേ? ഇന്ന് കൊടിയേറ്റാ? മറ്റന്നാ കലാശം, ഇന്ന് കൊടിയേറ്റം അല്ലേ? അപ്പൊ എന്തായാലും കച്ചവടമൊക്കെ പൊടി പൊടിക്കട്ടെ. അത് ഞാൻ ആദ്യമായിട്ട് കാണാം. 170. നിങ്ങൾ എവിടെയാ സ്ഥലം? ഇവിടെ തന്നെയാ? രസമുണ്ട് സംഭവം. വെറൈറ്റി സാധനങ്ങൾ, ബുദ്ധന്, ഗണപതി, അതൊക്കെ ഞാൻ വരുമ്പോഴേക്ക് തന്നെ ഒന്നും കൂടി ഒന്ന് ഈർച്ചപ്പൊടിയൊക്കെ ഇട്ടിട്ട് ബലം ഉണ്ടാവും അതിനല്ലേ. 2 പ്രാവശ്യം വെന്ത് വരണം. ഓക്കെ. കരിവേപ്പ് എന്താ എവിടെ കണ്ടാലും ഞാൻ വാങ്ങും, അതിൻ്റെ ഒരു ശീല. അങ്ങനെ തിരൂർ ഗണപതി ഭവനിൽ പോയിട്ട് നല്ല അടയും ചായയൊക്കെ കുടിക്കാം എന്ന് വിശ്വസിച്ച് ഇറങ്ങി വന്ന ഞാൻ പാതി വഴിയിൽ പുതിയങ്ങാടി എത്തി തിരിച്ചു പോന്നു. പക്ഷേ ചായ കുടിക്കാതെ വീട്ടിൽ പോയാൽ മോശമല്ലേ? എന്ത് കരുതും? ഞാനെന്ത് കരുതും? എൻ്റെ വയറെന്ത് കരുതും? മനസ്സെന്ത് കരുതും? ഒന്നും ആലോചിച്ചില്ല. ഞങ്ങൾ സ്ഥിരമായി ചായ കുടിക്കാൻ പോകുന്ന തിരുനാമായ സുപ്രിയയിൽ കയറി. അവിടുത്തെ അടിപൊളി ചായ ഒന്നും പറയാൻ വയ്യല്ലോ. നല്ല ചായയും നല്ല പലഹാരങ്ങളുമാണ് അവിടെ ഉള്ളത് കേട്ടോ. കാരണം അവിടെ തന്നെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ്, പുറത്തുനിന്ന് വരുത്തുന്നൊന്നുമല്ല. സന്തോഷത്തോടെ അത് കഴിച്ച് 2 പപ്സും വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുതൽ ഞാൻ എൻ്റെ മൈൻഡ് സെറ്റാക്കിയതാണ്. ഗണപതി ഭവനിൽ അടയും ചായയും കഴിക്കും. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ലടോ. പുതിയങ്ങാടി നേർച്ചയായിരുന്നു ഗൈസ്. ഞാൻ അറിഞ്ഞെങ്കിൽ നമ്മൾ പോവില്ലല്ലോ. പുതിയങ്ങാടിന്ന് വണ്ടി തിരിച്ചു വിട്ടു. അട നാളെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞവര്. പിന്നെ ഞാൻ അങ്ങോട്ട് പോന്നു. സുപ്രിയയില് നല്ല ചായയും ഉണ്ടായിരുന്നു, പപ്സും ഉണ്ടായിരുന്നു. ബട്ടൂരയ്ക്ക് പകരം പപ്സ് ആക്കിയിട്ടുണ്ട്. തിന്നോ? പപ്സ് നല്ല പപ്സാ, അല്ലെങ്കിൽ സുപ്രിയയിലെ പപ്സ് പൊളിയാ, സൂപ്പർ സെറ്റാ. എങ്ങനെയുണ്ട് ബട്ടൂര? അല്ല, പപ്സ് എങ്ങനെയുണ്ട്? നന്നായിണ്ടോ? ബട്ടൂര നാളെ കഴിച്ചാൽ മതി അല്ലേ?
അല്ലെങ്കിൽ സുപ്രിയ അല്ലെങ്കിലും അതെ സുപ്രിയയിലെ പപ്സും ചായയൊക്കെ സൂപ്പറാ. അവരവിടെ തന്നെ ഉണ്ടാക്കണതാണേ. ബട്ടൂര നമുക്ക് പിന്നെ കഴിക്കാം.